വീരവാദവും വെല്ലുവിളിയും ഒക്കെ കേട്ടാൽ നമ്മൾ പേടിച്ചു പോകും. പക്ഷെ കയ്യിലൊരു കോപ്പുമില്ല എന്നുള്ളതാണ് സത്യം. വരുന്ന ഏറ്റവും പുതിയ വിവരങ്ങളനുസരിച്ച് പാകിസ്ഥാൻ്റെ കൈവശം 4 ദിവസം യുദ്ധം ചെയ്യാനുള്ള വെടിക്കോപ്പുകൾ, ഈ വെടിയുണ്ടകൾ, അതുപോലെ പീരങ്കി ഷെല്ലുകൾ, റോക്കറ്റ് ലോഞ്ചറിൽ ഉപയോഗിക്കുന്ന ഷെല്ലുകൾ, ഇതൊക്കെ ഒരു 4 ദിവസം തുടർച്ചയായിട്ട് ഉപയോഗിക്കാനുള്ളത് പോലും ഇല്ല എന്നാണ് കേൾക്കുന്നത്. എന്താണ് സാർ ഇതിൻ്റെ? അല്ല, അത് ഈ പാകിസ്ഥാന് കീഴ്മേൽ നോക്കേണ്ട ആവശ്യമില്ല. അവർക്ക് തലയ്ക്ക് മീതെ ആകാശം, താഴെ ഭൂമിയെ. അവരവരുടെ രാജ്യത്തെ ജനങ്ങളെ ഏത് തരത്തിലെങ്കിലും സംരക്ഷിക്കുന്നുണ്ടോ? ഉണ്ടോ? സ്വന്തം രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച് അവർക്ക് വലിയ വേവലാതിയൊന്നുമില്ല. കുറേ രാഷ്ട്രീയ നേതാക്കളുണ്ട്, അല്ലേ? അവർ ഭരിച്ചു പോകുന്നു. ഭരണം കഴിയുമ്പോൾ അവർ ഒന്നുകിൽ തൂക്കുമരം അല്ലെങ്കിൽ കൽത്തുറുങ്ക്. പിന്നെ സൈന്യത്തിൻ്റെ മേധാവിമാരെ അഴിഞ്ഞാട്ടം നടത്തും. ഇതല്ലേ അവിടുത്തെ വിലക്കയറ്റമൊക്കെ നമ്മൾ പലവട്ടം പറഞ്ഞതാണ്, എല്ലാവർക്കും അറിയാവുന്നതുമാണ്. 1 കിലോ ആട്ടയ്ക്ക് പോലും 300, 350, 400 രൂപ വില കൊടുക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ജീവിക്കാൻ പറ്റും? അപ്പോൾ ആ രാജ്യം അല്ലെങ്കിൽ അവിടുത്തെ ഭരണാധികാരികൾ ആ രാഷ്ട്രത്തിൻ്റെ ക്ഷേമം നോക്കുന്നില്ല എന്നല്ലേ അർത്ഥമാക്കുന്നത്? നമ്മുടെ ഇന്ത്യ ലോക സമ്പദ് വ്യവസ്ഥയിൽ 5ാമതെത്തി. നമ്മുടെ ജനജീവിത രീതിയൊക്കെ മാറിയില്ലേ? മെച്ചപ്പെട്ടതായി തീർന്നു. എന്തുകൊണ്ട്? നമ്മുടെ ഭരണാധികാരികൾ ഈ നമ്മുടെ രാഷ്ട്രത്തിലുള്ള 140 കോടി ജനങ്ങളുടെയും ആരോഗ്യം, വിദ്യാഭ്യാസം, ഭക്ഷ്യ സുരക്ഷ, പിന്നെ പൊതു സംരക്ഷണം, ഇതിലൊക്കെ ഇടപെടുന്നത് കൊണ്ടല്ലേ. അതെ, പാകിസ്ഥാൻ്റെ തൊഴിലെന്ന് പറയുന്നത് എന്താ? തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുക, അതിനുവേണ്ടി ധനം മുഴുവൻ വിനിയോഗിക്കുക. അവരുടെ ഖജനാവ് മുഴുവൻ അതിനു വേണ്ടിയാണ്, അല്ലാതെ വേറൊന്നിനും വേണ്ടിയല്ല. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഇവരുടെ ഈ ധനശേഷി മുഴുവൻ കുറഞ്ഞുകൊണ്ടുവരും. ധനശേഷി കുറഞ്ഞു വരുമ്പോൾ അവർക്ക് ഈ പറഞ്ഞ തരത്തിൽ ഡിഫൻസ് സൗകര്യങ്ങളും ഇല്ലാതെ വരും. ഇപ്പം എന്താ, ഒരു യുദ്ധത്തിലേക്കൊന്നും വഴിതെളിച്ചു കഴിഞ്ഞാൽ, ഒരു യുദ്ധത്തിലേക്കൊന്നും അങ്ങനെ കയറി കടുപ്പിച്ചു പോകുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഏതെങ്കിലും തരത്തിലൊന്ന് പ്രതിരോധിക്കണമെങ്കിൽ പോലും എത്രയാണ് മണിക്കൂറുകൾ, 90 മണിക്കൂർ മാത്രം പോരാട്ടം നടത്താൻ ആവശ്യമായ ആയുധങ്ങൾ മാത്രമേ അവരുടെ കയ്യിലുള്ളൂ എന്ന് അവ ഒന്ന് ആലോചിച്ച് നോക്കണം, എത്ര ശുഷ്കമാണ് എന്നുള്ളത്. എന്നിട്ടാണ് ഈ തൊട്ടയൽ രാജ്യമായിട്ടുള്ള നമ്മളെ അടുക്കൽ ഭീകരാക്രമണം നടത്താൻ വരുന്നത്. സാറേ, ഈ ഒരു പഴയ ചൊല്ലുണ്ട്, ആനയെ വാങ്ങിക്കാം തോട്ടിയെ വാങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ വലിയ പണം കൊടുത്ത്, കോടികളൊക്കെ കൊടുത്ത് അമേരിക്കയിൽ നിന്ന് വലിയ വിമാനങ്ങളൊക്കെ വാങ്ങിച്ചു. പക്ഷേ അതിൽ ഘടിപ്പിക്കാനുള്ള യുദ്ധോപകരണങ്ങളില്ല, അതിൽ ഇന്ധനം നിറയ്ക്കാനുള്ള വഴിയില്ല. ഇതാണ് പാകിസ്ഥാൻ്റെ അവസ്ഥ എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇവരാകെ കൂടെ തകർന്നിരിക്കുന്ന ഒരു രാഷ്ട്രമല്ലേ. മുമ്പൊരിക്കൽ ഒരു പ്രളയം കണ്ടുണ്ടായി. പ്രളയവും ഭൂകമ്പവും ഇങ്ങനെ തുടരെ ഉണ്ടായി വന്നുകൊണ്ടിരിക്കുകയാണ്. മൊത്തം നാശനഷ്ടങ്ങളാണ് അവിടെ ഉണ്ടായത്. അന്നും വലിയ വിലക്കയറ്റം ഉണ്ടായി. അതിൽ നിന്നൊന്നും പൂർണ്ണമായി റിക്കവർ ചെയ്ത് വന്നിട്ടില്ല. അതിൻ്റെ കൂടാണ് നമ്മളെ വലിയ സഹായമൊക്കെ ചെയ്തതാണ് അവർക്ക്. അതിനോടൊപ്പം തന്നെയാണ് മറു സൈഡിൽ ഈ പിന്നെ ഭീകരവാദ പരിപാടികൾ നടത്തുന്നത്. അപ്പോൾ ഇവർക്ക് നമ്മുടെ കാശ്മീർ അങ്ങ് നോട്ടമിട്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ ഇവരടങ്ങുമോ? ഇല്ല. ഇവർക്ക് വേറെ പല ലക്ഷ്യങ്ങളും ഒക്കെ ഉണ്ട്. അടുത്തത് പഞ്ചാബ് വേണമെന്ന് പറയും. ഇപ്പോൾ അവർ കഴിഞ്ഞ ദിവസം ഓർക്കുന്നുണ്ടോ പറഞ്ഞത്, ഇസ്ലാമിക രാഷ്ട്രങ്ങളോടൊക്കെ, ലോകത്തുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങളോട് പറയുന്നു, ഈ ഇന്ത്യയോടെ പറയൂ ഞങ്ങളെ അറ്റാക്ക് ചെയ്യരുതെന്ന്, ഇന്ത്യയോടെ പറയാൻ. അപ്പം മറ്റ് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഇന്ത്യയോടെ പറഞ്ഞാൽ കേൾക്കും, അല്ലെങ്കിൽ ഇന്ത്യയോടെ പറയാനുള്ള ബന്ധം ആ ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്കുണ്ട് എന്ന് പാകിസ്ഥാൻ അറിയാം. അത് അവർക്ക് സഹിക്കുന്നില്ല. ഇസ്ലാമിക രാഷ്ട്രങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ നല്ല ബന്ധമല്ലേ നിലനിർത്തിയിട്ടുള്ളത്, ഗൾഫ് രാഷ്ട്രങ്ങളെ. ഈ സംഭവം നടക്കുമ്പോൾ തന്നെ നരേന്ദ്രമോദി എവിടെയായിരുന്നു? സൗദിയിലായിരുന്നു. യാത്ര വെട്ടിച്ചുരുക്കി തിരികെ പോരുകയും ചെയ്തു. 10 വർഷത്തിനിടയിൽ മൂന്നാം തവണയാണ് പോയത്. 3 തവണ പോയിട്ടുണ്ടെന്നുള്ള. US-ഉമായിട്ടുള്ള ഒരു അടുപ്പം ഇവർക്കൊരിക്കലും സഹിക്കുന്നില്ല. ഇസ്രായേൽ യുദ്ധം നടന്നുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഇറാനിലെ മതമേലധ്യക്ഷൻ വിളിച്ചു പറഞ്ഞ എന്താണ്, ഈ ലോകത്തുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങളെല്ലാം കൂടെ ഒന്നിക്കൂ, നമുക്ക് ഇസ്രായേലിനെ തകർക്കാം, ജൂതന്മാരെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ നീക്കം ചെയ്യാമെന്ന്.
ഏതെങ്കിലും ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഇത് കേട്ടോ? ആരും മൈൻഡ് ചെയ്തില്ല. കാരണം അവർക്കൊക്കെ, പ്രത്യേകിച്ച് ഗൾഫ് രാഷ്ട്രങ്ങളൊക്കെ തന്നെ, അവർക്ക് അവരുടെ ആ രാഷ്ട്രം അവരുടെ വികസന കാര്യങ്ങളും ഒക്കെ സുരക്ഷയാണ്, ആ രാജ്യത്തിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ കാര്യങ്ങളാണ് അവർക്ക് പ്രധാനം. അല്ലാതെ ധനം മുഴുവൻ ഈ യുദ്ധം ചെയ്തും തീവ്രവാദത്തിനും കൊടുക്കാനുള്ളതല്ല. ഇസ്ലാമിക രാഷ്ട്രങ്ങളെന്നുള്ള രീതിയിൽ ആ നമ്പറാണ് ഇവരെ ഇറക്കി നോക്കുന്നത്. അത് സൗദി അറേബ്യ ഇസ്രയേലുമായിട്ട് ഇപ്പോൾ വലിയ സഹകരണമാണ്. കാരണം ഈ ഇന്ത്യ നല്ല ബന്ധമല്ലേ സൗദിയുമായിട്ട്, ഇസ്രയേലുമായിട്ട് നല്ല ബന്ധമാണ്. അപ്പൊ ഇതൊന്നും ഇറാനുമായിട്ട് പോലും ഉണ്ടെന്നുള്ളതാണ്. പക്ഷേ ഇറാൻ ഇപ്പോൾ ഒന്ന് പത്തി മടക്കി അങ്ങനെ നിൽക്കുകയാണ്. കാരണം ട്രംപ് വന്നതിന് ശേഷം അവർ വലിയ ഭയത്തിലാണ്. ഇടയ്ക്ക് ഞാൻ MAV ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം ഞാൻ ശ്രദ്ധയിൽപ്പെട്ട് കാണുമെന്ന് തോന്നുന്നു. ട്രംപ് ആരാണ്? ട്രംപ് ലോക പോലീസ് ചമയുകയാണ്, പാർട്ടി ഇത് സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏത് പാർട്ടി? കനലൊരു തരി. അത് MAV. എന്നിട്ട് അദ്ദേഹം മനുഷ്യന് മനസ്സിലാകാത്ത ഭാഷയിലൊക്കെ പറയുന്നുണ്ട്, ഇതിൽ നിന്ന് എന്താണ് അനാവൃതമാകുന്നത് എന്നൊക്കെ അദ്ദേഹം പ്രസംഗിക്കാനൊക്കെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അവർ ഈ ആണവായുധ ഭീഷണി ആവർത്തിക്കുന്നുണ്ട് ഇതിനിടയ്ക്ക്. ഒന്ന് ആലോചിക്കണേ, ഈ 96 മണിക്കൂർ നേരിടാനുള്ള ആയുധശേഷി ഉള്ള ഒരു രാഷ്ട്രം ആണവായുധ ഭീഷണിയും ആവർത്തിച്ച് പറയുകയാണ്. ഇതെന്താ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്? പൊതുവേ ഒരു സംശയം ഉയർന്നിട്ടുണ്ട്, ഈ പാകിസ്ഥാൻ ആണവായുധം അവർക്കുണ്ടോ എന്ന് പോലും ഒരു സംശയം ഇപ്പോൾ ഉയരുന്നുണ്ട്. കാരണം അമ്മാതിരി പറച്ചിലുകളാണ് ഇവരുടേത്, അമ്മാതിരി വെല്ലുവിളികളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ചു കാലം കഴിയുമ്പോൾ ഈ ഒരു രാഷ്ട്രം നമ്മുടെ കൺമുമ്പിലൂടെ ഇല്ലാതാകുന്ന കാഴ്ച നമുക്ക് കാണാൻ പൊട്ടിപ്പളർന്ന് തകർന്ന് തരിപ്പണമാകും കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ കുറേ പേര് തമ്മിലടിച്ച് തീരും. കാരണം സേന എന്തായാലും ഭരണാധികാരികളെയൊക്കെ പിടിച്ച് കൽത്തുറുങ്കിൽ അടയ്ക്കുന്ന ചരിത്രമാണ് മുൻകാലം മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആ രാഷ്ട്രത്തിലുള്ള ജനങ്ങളിൽ ഒരു വിഭാഗമൊക്കെ തന്നെ ഇതിനെതിരായിട്ട് നിൽക്കുന്നുണ്ട്. അവർക്ക് ഇതിനകത്തൊന്നും പ്രതിഷേധിക്കാനോ ശബ്ദിക്കാനോ ഒന്നും സാധിക്കത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇല്ലായ്മപ്പെട്ടു പോകും, ഇത് ഛിന്ന ഭിന്നമായി പോകുന്നത് നമുക്ക് വൈകാതെ കാണാം. കാരണം ഇതൊരു പട്ടിണി രാഷ്ട്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ രാഷ്ട്രീയ അരാജകത്വത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു അവസരത്തിൽ ജനാധിപത്യത്തിന് യാതൊരു വിലയും അവിടെ ഇല്ലല്ലോ. ഇമ്രാൻഖാൻ ഇപ്പൊ എവിടെ? ജയിലിലാണ്. എന്ത് ജനാധിപത്യത്തിന്റെ അവസ്ഥ നമ്മൾ മുൻകാലം നോക്കിയെടുത്ത്? ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരല്ല എന്ന് പറഞ്ഞാണ് ജിന്ന ദുരാഷ്ട്രവാദം ഉന്നയിച്ച് ഭൂമി പകുത്ത് വാങ്ങിച്ചത്. എന്നിട്ട് അവിടെ ഒരു മതരാഷ്ട്രം സ്ഥാപിച്ചു. പക്ഷേ അവരുടെ പട്ടിണി മാറ്റാൻ നിവൃത്തിയില്ല. ഈ പൗരത്വ ഭേദഗതി ബില്ല് വന്ന സമയത്ത് ഇവിടെ പലരും നോക്കി അവർക്ക് രക്ഷകരായിട്ട് എത്തിയിട്ട് ഇവിടെ മുസ്ലിം സമുദായത്തിന് സുരക്ഷയില്ല എന്ന് വരുത്തി തീർക്കാൻ. അതൊന്നും വിജയിച്ചില്ല. അത് വിജയിച്ചില്ല എന്ന് മാത്രമല്ല, ഇവർക്കൊക്കെ തന്നെ പത്തി മടക്കി മാറേണ്ടി വരികയും ചെയ്തു എന്നുള്ളതാണ്. ഇന്ത്യ മറ്റ് മുസ്ലിം രാഷ്ട്രങ്ങളും ഒക്കെ ആയിട്ട് സൗഹൃദം ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഹജ്ജിൻ്റെ കോട്ട കൂട്ടി. ഇതൊക്കെ എന്താ ആ സമുദായത്തെ സംരക്ഷിക്കുന്നുള്ളതിന് തെളിവല്ലേ? അതെ. ഈ BJP സർക്കാർ ഭാവിയിൽ മുസ്ലിം സമുദായവുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കിക്കൊണ്ടുവരും. അതെ, അത് ഉറപ്പായ കാര്യമാണ്. മികച്ച സഹകരണം ഉണ്ടായേക്കാം. അത് ഒരു മതേതര സ്വഭാവത്തിൽ തന്നെ വരുമെന്നുള്ളതാണ്. അല്ലാതെ ഹിന്ദുത്വ രാഷ്ട്രം എന്നും പറഞ്ഞ അല്ല ഇവിടെ നിൽക്കുന്നത് എന്നുള്ളതാണ് ഇനി ഇവരറിയേണ്ടത്. അല്ല, എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് ഒരു ഹിന്ദുത്വ അല്ലെങ്കിൽ ഹിന്ദു സംസ്കാരം. അതുകൊണ്ട് ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് അങ്ങനെ ഒരു വേർതിരിവ് ഉണ്ടാകും എന്ന് ഇവിടെ മുസ്ലിം സമുദായത്തെ സർക്കാർ അത്രത്തോളം ചേർത്ത് പിടിച്ചു കഴിയുമ്പോൾ അത് പാകിസ്ഥാനും വലിയ തിരിച്ചടിയാകും ഉണ്ടാകുകയും ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.